നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കേരള റെനേസൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളിയുടെ കുറിച്ചുള്ള വിവരങ്ങളാണ് നോക്കുന്നത്. ഇതൊരു PSC ബുള്ളറ്റിൻ പോലെ തന്നെ ഇതുവരെ ഓൾമോസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കറണ്ട് അഫയേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കിപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചു പോരാം. ആദ്യം അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയാം. 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാവത്തറ വീട്ടുപേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. പ്ലാവത്തറ വീട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇനിയൊരു കാര്യം, ഒന്നും കൂടി ഈ ഒരു കാര്യത്തിനെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ പെരുങ്കാട്ടുവിള, വെങ്ങാനൂർ, തിരുവനന്തപുരം. കുറച്ചുകൂടി ആ വെങ്ങാനൂരുള്ള പെരുങ്കാട്ടുവിള എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പ്ലാവത്തറ വീട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല. അപ്പോൾ ഇദ്ദേഹത്തിന് അയ്യൻ കാളി എന്ന് പറയുന്ന പേര് കിട്ടാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കാളി എന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമം നോക്കി, എന്താണ്? നാണു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കാളി, അച്ഛൻ്റെ പേര് അയ്യൻ. അങ്ങനെയാണ് അയ്യൻ കാളി എന്ന് പറയുന്ന പേര് കിട്ടുന്നത്. ഭാര്യയുടെ പേര് ചെല്ലമ്മ. ഓക്കെ, അപ്പോൾ അത് ഇത്രയും ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ മരണം 1941 ജൂൺ 18 അപ്പോൾ ഈ രണ്ട് തീയതികൾ 1863 മുതൽ 41 വരെയുള്ള 1941 വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം പാഞ്ചാഗ്ന്യം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇത്രയും ഓർത്തിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നമുക്കൊന്ന് മനസ്സിരുത്തി പഠിക്കാം. ആദ്യം പുലയരുടെ രാജാവെന്ന് ഇദ്ദേഹത്തിനൊരു വിശേഷണം കിട്ടി. ഗാന്ധിജിയുടെ കേരള സന്ദർശനം, 5ാമത്തെ കേരള സന്ദർശനത്തിനാണ് ഗാന്ധിജി ഇദ്ദേഹത്തിനെ, അതായത് അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് വെങ്ങാനൂർ വെച്ച്. അപ്പോഴാണ് പുലയരുടെ രാജാവ്, അതായത് പുലയ രാജ എന്ന് ഇദ്ദേഹത്തിന് ഒരു വിശേഷണം കിട്ടുന്നത്. 1937 ജനുവരി 14 വെങ്ങാനൂർ വെച്ചിട്ടുള്ള പ്രസംഗത്തിലാണ് ഗാന്ധിജി ഇത്തരത്തിൽ ആരെ വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മറ്റെന്തൊക്കെ വിശേഷണങ്ങൾ നിങ്ങൾക്കറിയാം? ഒരുപക്ഷെ പുലയർക്ക് വേണ്ടി ഇത്രയധികം പൊരുതിയ ഒരു നവോത്ഥാന നായകൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതുകൊണ്ട് തന്നെ പുലയരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാനും അതിനെയൊക്കെ ആഴത്തിൽ മനസ്സിലാക്കി അതിനെയൊക്കെ പോരാടാനും അത് വളരെ കുറച്ച് വ്യക്തികൾക്ക് കിട്ടുന്നൊരു ക്യാരക്ടറാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറയുന്ന ഈ ലോകത്തുള്ള പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾ വിചാരിച്ചാൽ ഈ ലോകത്തുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു ചിന്താഗതി വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടാറുള്ളൂ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെട്ട വ്യക്തിയും അയ്യങ്കാളിയാണ്. പിന്നെ ദളിതർക്ക് പൊതുനിരത്തിൽ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവർക്ക് വില്ലുവണ്ടി യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഈ പുലയർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പൊതുസ്ഥലത്ത് നിന്നും കിണറ്റിൽ നിന്നും വെള്ളം കോരാനായിട്ട് പാടില്ല, ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല, സ്കൂളുകൾ അവരുടെ മക്കളെ അയച്ച് പഠിപ്പിക്കാൻ പാടില്ല, ജാതിയുടെ ബേസിസിൽ അവർ കല്ലും മെറ്റലും ഒക്കെ കൊണ്ടുണ്ടാക്കിയ മാല മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറേ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ ഇദ്ദേഹം പൊരുതി എന്ന് പറയാം. അങ്ങനെ ഇദ്ദേഹത്തിനുള്ള വിശേഷണം, ഇദ്ദേഹത്തിനെ കുറിച്ച് ഇനി എത്ര പറഞ്ഞാലും മതിയാവുന്നതല്ല. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് പോകാം. മറ്റ് ഡീറ്റെയിൽസ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തിന് കൊടുത്തൊരു വിശേഷണം. നമുക്കറിയാമല്ലോ, കവടിയാർ, തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുള്ളത്. കവടിയാറാണോ വെള്ളയമ്പലമാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളയമ്പലം എന്നാണ് ഞാൻ പല പുസ്തകത്തിലും കണ്ടത്. അപ്പോൾ വെള്ളയമ്പലം തന്നെ ഓർത്താൽ മതി. വെള്ളയമ്പലത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയെ അനാഖ്യാനം, അതായത് ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്. ഇതിൻ്റെ ഡിസൈനർ എസ്ട്രാ ഡേവിഡ് ആണ്. കവടിയാറല്ല, വെള്ളയമ്പലത്താണ് ഈ ഒരു പ്രതിമയുള്ളത്. കവടിയാർ വിവേകാനന്ദൻ്റെ പ്രതിമയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഇത്. വെള്ളയമ്പലത്താണ് അയ്യങ്കാളിയുടെ പ്രതിമയുള്ളത്. അപ്പോൾ ഇതിനെ അനാഖ്യാനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ, വീരപുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. ഇനി ആളിക്കത്തിയ തീപ്പൊരി കത്തിപ്പോവാത്തത് ഭാഗ്യം എന്നാണ് അയ്യങ്കാളിയെക്കുറിച്ച് ഉള്ള മറ്റൊരു വിശേഷണം. അദ്ദേഹം അത്രയും തന്നെ വളരെ
റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അത് എപ്പോഴാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പറയാം. വരുന്ന വീഡിയോസിൽ ഞാനത് വരുന്ന സ്ലൈഡിൽ പറയാം. ഇനി കുറച്ച് പ്രധാന സംഭവങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ആദ്യം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു വില്ലുവണ്ടി സമരം. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1893 വില്ലുവണ്ടി സമരം. എന്താണതെന്ന് ചോദിച്ചാൽ, വില്ലുവണ്ടിയിൽ താഴ്ന്ന ജാതിക്കാർക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അവസരമല്ല, അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇദ്ദേഹം കുറേ വില്ലുവണ്ടിയിൽ താഴ്ന്ന ജാതിക്കാരെ കയറ്റി യാത്ര ചെയ്തു. എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെങ്ങാനൂർ, തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ സ്ഥലമായ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഇതിനെയാണ് പൊതുനിരത്തിലൂടെ താഴ്ന്ന ജാതിക്കാരെ കയറ്റി ഇദ്ദേഹം സ്വാതന്ത്ര്യത്തോടുകൂടി ഈ പറഞ്ഞ കാളവണ്ടിയിൽ തമിഴ്നാട്ടിൽ നിന്ന് കുറേ കാളവണ്ടി വാങ്ങിച്ച് അവിടെ എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇതിനകത്ത് താഴ്ന്ന ജാതിക്കാരെ കയറ്റി കവടിയാർ കൊട്ടാരം വരെ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മേൽജാതിക്കാർക്കൊന്നും ഇത് ഒട്ടും രസിച്ചില്ല. അവർ വന്ന് വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹം കത്തി ചൂണ്ടി എല്ലാവരെയും ഭയപ്പെടുത്തി വിറച്ച് കവടിയാർ കൊട്ടാരം വരെ അദ്ദേഹം ഈ വില്ലുവണ്ടിയിൽ ആൾക്കാരുമായിട്ടെത്തി. ഇതിനെയാണ് വില്ലുവണ്ടി സമരമെന്ന് പറയുന്നത്. 1893 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ 2018 അതിൻ്റെ 125-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ, ഈ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാർഷികം എത്രാമതാണെന്നൊക്കെ ചോദിച്ചാൽ ഒരു പരിധി വരെ നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 1893 സംഭവിച്ചത്. ഇനി അടുത്തത് 1905 മറ്റൊരു സംഭവം നടന്നു. അതാണ് കുടിപ്പള്ളിക്കൂടം. കുടിപ്പള്ളിക്കൂടം നമുക്കറിയാം, ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണ്ട് കാലത്ത് കുടിപ്പള്ളിക്കൂടം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അത് വെങ്ങാനൂരാണ് അദ്ദേഹം സ്ഥാപിച്ചത്. പുലയർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പള്ളിക്കൂടം അദ്ദേഹം സ്ഥാപിച്ചത്. ഇതിനെ നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ വെങ്ങാനൂരിൽ നിലത്തെഴുത്ത് പള്ളി, അതായത് ബെഞ്ചും ഡെസ്കും ഒന്നുമില്ല, തറയിലിരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. നിലത്തെഴുത്ത് പള്ളി എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹം 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് കർഷക തൊഴിലാളി സമരം. വർഷം പറയാം, 1909 കർഷക തൊഴിലാളി സമരം. ഓക്കെ, ഇനി അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നോക്കാം. കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം എന്ന് പറയുന്ന ഇതാണ്. അതിൻ്റെ നേതാവ് അപ്പോൾ ആരായിരിക്കും? അയ്യങ്കാളിയാണ്. എന്തിനു വേണ്ടിയാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കർഷക പണിമുടക്ക് സമരം അല്ലെങ്കിൽ കൃഷിഭൂമി തരിശാക്കൽ സമരമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ കുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുതിപ്പിക്കും എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പോയി പഠിക്കാൻ നിങ്ങൾ മേൽജാതിക്കാർ നിങ്ങൾ സമ്മതിച്ചില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ പാടത്ത് പണിയെടുത്ത് വിളവെടുക്കുന്നത് ആരാണ്? ഞങ്ങളാണ്. അപ്പം നിങ്ങളുടെ പാടത്തിൽ മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞാൽ, അവർ ഈ നിലമൊന്നും ഉപയോഗിക്കാതെ കൃഷി എടുക്കാതിരുന്നാൽ അവിടെ പിന്നെ പുല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ പ്രതിഷേധിച്ചു. അപ്പോൾ അയ്യങ്കാളിയുടെ എന്താ പറയുക, ഒരു സംഘടിതമായിട്ടുള്ള വാക്കിൽ വിശ്വസിച്ച് കുറേ പുലയർ ഇതേ കണക്കിന് പ്രതിഷേധിച്ച് കൃഷിയിടങ്ങളിൽ പണിയെടുത്തില്ല. അതുപോലെ തന്നെ കുറേ കാലം കൃഷിയിടങ്ങൾ, ഒരു 6-7 മാസമൊക്കെ ഈ കൃഷിഭൂമി ഒന്നും ചെയ്യാതെ പുലയർ കൃഷി ചെയ്യാനായിട്ട് തയ്യാറാവാതെ മേൽജാതിക്കാർ പ്രശ്നത്തിലാവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അവരൊരു കോംപ്രമൈസിന് സംഭവിച്ചത്. അങ്ങനെ 1914 സ്കൂൾ പ്രവേശനം അനുവദിച്ചു. അന്നത്തെ രാജാവായ ശ്രീമൂലം തിരുനാളാണ് അത് അനുവദിച്ചത്. ഓക്കെ, 14 അങ്ങനെ ഒരു അവകാശം നമുക്ക് കിട്ടി. ഇനി എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കേൾക്കണം. 1915 ഒരു സംഭവം ഉണ്ടായി. അതിനെ ഊരൂരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള എന്നൊക്കെ വിളിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 14 ഉത്തരവ് വന്നു. അപ്പോൾ ആ ഉത്തരവ് പ്രകാരം ഈ പറയുന്ന പുലയ ജാതിയിലുള്ള ആൾക്കാർക്കൊക്കെ പഠിക്കാം. ഇപ്പം പൂജാരി അയ്യൻ എന്ന് പറയുന്ന ഒരാളുടെ മകളുടെ പേര് പഞ്ചമി എന്നാണ്. ഇവരുടെ വീട് ഊരൂരുട്ടമ്പലമായിരുന്നു. അപ്പോൾ ഊരൂരുട്ടമ്പലത്തിലുള്ള സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ പറയുന്ന പൂജാരി അയ്യനും മകൾ പഞ്ചമിയും കൂടി എത്തി. അപ്പോൾ എന്ത് ചെയ്തില്ല, ഈ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അഡ്മിഷൻ കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, മേൽജാതിക്കാരൊരു പുലയ സ്ത്രീ അല്ലെങ്കിൽ ഒരു പുലയ പെൺകുട്ടി പ്രവേശിച്ച സ്കൂളെന്നുള്ളതിൻ്റെ പേരിൽ ഊരൂരുട്ടമ്പലത്തിനെ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ
ഊരൂരുട്ടമ്പലം ലഹള, പുലയ ലഹള, 90-ാം ആണ്ട്, കാരണം 1915 90-ാം ആണ്ടിലാണ് ഇത് സംഭവിക്കുന്നത്, അതുകൊണ്ട് 90-ാം ആണ്ട് ലഹള എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ അതും ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ അവിടെയും അയ്യങ്കാളി ഇടപെട്ട് ഈ പറയുന്ന പുലയർക്ക് വേണ്ടി പ്രതിഷേധിച്ചു എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇനി കല്ലുമാല സമരം എന്താണെന്ന് നോക്കാം. ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ജാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അതായത് ജാതിയെ കാണിച്ചുകൊണ്ട് ഈ സ്വർണ്ണമാലയോ വെള്ളിമാലയോ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല. അവർക്കാകെ കല്ലും മെറ്റലും കൊണ്ട് നിർമ്മിച്ച മാലകൾ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പണ്ട് കാലത്തുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കല്ലും മെറ്റലും കൊണ്ടുള്ള മാല മാത്രമേ ധരിക്കാറുള്ളൂ. അപ്പോൾ അയ്യങ്കാളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കൊല്ലം ജില്ലയിലെ പേരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ പുലയ സ്ത്രീകളെല്ലാം സംഘടിപ്പിച്ച് അവരുടെ കഴുത്തിലുള്ള കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ ഇതിനെയാണ് കല്ലുമാല സമരം. പേരനാട് പ്രധാനപ്പെട്ടൊരു സമര കേന്ദ്രമാണ്. അവിടെ തിരുവിതാംകൂറിലെ ദളിതരുടെ അല്ലെങ്കിൽ പുലയരുടെ ആദ്യത്തെ മഹാസമ്മേളനം നടക്കുന്നതും അവിടെ വെച്ചാണ് 1915 കൊല്ലവർഷത്തിൽ. അപ്പോൾ കല്ലുമാല സമരം അതാണ്. വസ്ത്ര സ്വാതന്ത്ര്യം നേടുന്നതിനായിട്ടും പോരാടി. കാരണം അവർക്ക് അവരുടെ മാറ് മറയ്ക്കാനായിട്ട് പാടില്ലായിരുന്നു. സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ചാണാർ ലഹള എന്നാണ് വിളിക്കുന്നത്, അത് വേറെ. എന്നാലും ഞാൻ പറയുന്നു, ഇപ്പോൾ കല്ലുമാല സമരം, അവിടുത്തെ കല്ലുമാലയാണ് അവിടുന്ന് പൊട്ടിച്ച് ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഇതിനെ കല്ലുമാല സമരം. പേരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത്, അതുകൊണ്ട് ഇതിനെ പേരനാട് ലഹള എന്ന് പറയുന്നത്. രണ്ടും 1915 നടക്കുന്നത്. ഇനി ഇദ്ദേഹം തുടങ്ങിയ ഒരു സംഘമാണ് സാധുജന പരിപാലന സംഘം. അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതിനെ പുലയ മഹാസഭ എന്ന് വിളിക്കുന്നു, കാരണം പുലയർക്ക് വേണ്ടിയിട്ടാണിത് നിലകൊള്ളുന്നത്. ഇതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. സാധുജന പരിപാലന സംഘം രൂപീകരണത്തിന് പ്രചോദനമായത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ SNDP ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഇനി സ്ഥാപിതമായ വർഷം അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1907 സാധുജന പരിപാലന സംഘം തന്നെ പഠിച്ചു പോകും. 1907 സാധുജന പരിപാലന സംഘം. ഓക്കെ, പുലയ മഹാസഭ എന്നതിനെ വിളിച്ചു പോരുന്നു. പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാലയ പ്രവേശനം നേടുന്നതിനും ആണിതിന് ഇത് സ്ഥാപിക്കാനുള്ള കാരണം. ഈ ഒരു സംഘടന അയ്യങ്കാളിക്ക് തുടങ്ങാനായി പ്രചോദനം കൊടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ SNDP ആണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു പരിപാലന യോഗമാണ് അതിന് പ്രചോദനമായത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാണ് അയ്യങ്കാളിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്. നമ്മൾ നേരത്തെ SNDPയുടെ മുഖപത്രം കണ്ടു. എന്താണ്? വിവേകോദയം ആദ്യത്തത്, രണ്ടാമത്തത് യോഗനാഥം, ഇപ്പോഴത്തത് യോഗനാഥ്. ഇതിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി എന്നാണ് ആ പത്രത്തിൻ്റെ പേര്. 1913 അത് തുടങ്ങിയത്. ഈ പത്രത്തിനെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമെന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ, അതായത് സാധുജന പരിപാലന സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലാണ്. അല്ലെങ്കിൽ ഈ ഒരു പത്രത്തിൻ്റെ സാധുജന പരിപാലനിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരിയിലാണ്. സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. ഏത് പ്രസ്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. സുദർശന പ്രസ്സാണ് ഇതിൻ്റെ റിലീസ് ചെയ്തത്. സാധുജന പരിപാലനിയെ റിലീസ് ചെയ്യിപ്പിച്ചത് ആദ്യത്തെ പ്രസിദ്ധീകരണം ചങ്ങനാശ്ശേരിയിലായിരുന്നു. ഏത് പ്രസ്? സുദർശന പ്രസ്. ഇതിൻ്റെ ആദ്യത്തെ എഡിറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര്, ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ. എന്താണ് ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ? അദ്ദേഹം ഒരു ദളിത് തന്നെയാണ്. ഇനി സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ ആയ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പേര് മാറ്റിയ വർഷം 1938. അതേപോലെ മറ്റൊരു കാര്യം, SNDPയുടെ പഴയ പേര് ഏതായിരുന്നു? വാവൂട്ട് യോഗം. അതേ കണക്കിന് സാധുജന പരിപാലന സംഘത്തിനെ പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത് എപ്പോഴാണ്? 1938. അത് അവിടെ ഫസ്റ്റ് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് 38 എന്നുള്ളത്. 1907 സാധുജന പരിപാലന സംഘമായിരുന്നത് പുലയ മഹാസഭയായിട്ട് മാറിയത് 1938. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ശ്രീമൂലം പ്രജാസഭ. ഇപ്പം നമ്മൾ ശ്രീമൂലം ക്ലബ്ബ് എന്നൊക്കെ പറയാം. അതിന് 1911 എന്താ സംഭവിച്ചു എന്നുള്ളത് നോക്കാം. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതും അംഗമായതും, അതായത് ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ഒരുപാട് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ക്ലബ്ബാണ്. അപ്പോൾ അവിടെ ഒരു ഹരിജന് അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായിട്ട് അംഗം നേടിയ ഹരിജൻ ആരാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്.
എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അവർ ഒരു ഹരിജനെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിന് അവിടെ മെമ്പർഷിപ്പ് കിട്ടിയത് 1911 ഡിസംബർ 5-നാണ്. ആദ്യമായി അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് 1912 ഫെബ്രുവരി 27-ലാണ്. തുടർച്ചയായി 28 വർഷം അദ്ദേഹം അവിടെ അംഗമായിരുന്നു. ആദ്യ ദളിത് വംശജൻ, അതായത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ദളിത് വംശകൻ ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നത്. അയ്യങ്കാളിക്ക് പ്രചോദനമായി നിന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ഇവിടെയും 1912 ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം കണ്ടുമുട്ടിയ കാര്യം ഞാൻ പറഞ്ഞു. എവിടെ വെച്ചാണ്? ബാലരാമപുരത്ത് വെച്ചാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻസ്പിറേഷൻ, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ നേരത്തെ കണ്ടു. 1915 അദ്ദേഹത്തിൻ്റെ 2 പ്രക്ഷേപങ്ങൾ നടക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കല്ലുമാല സമരമാണെങ്കിൽ, ഊരൂരുട്ടമ്പലം ലഹളയാണെങ്കിലും ആ സമയത്താണ്. അപ്പോൾ 12 ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഗുരുവിനെ കണ്ടതിന് ശേഷമാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ ഈഴവ ശിവനെ പ്രതിഷ്ഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ ശ്രീനാരായണ ഗുരു. അത് മറന്നു പോരുത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ഹരിജനങ്ങളും മനുഷ്യരായി. അവർക്ക് ആദ്യം മനുഷ്യരെ പോലെയുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ അവരും മനുഷ്യരായി എന്നുള്ളത് പറഞ്ഞു. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്കറിയാം അതെന്താണെന്ന് വെച്ചാൽ 2010 വന്ന ഒരു സ്കീമാണ് അയ്യങ്കാളി അർബൻ ഡെവലപ്മെൻറ്റ് ഗ്യാരണ്ടീസ്. അതെന്താണെന്ന് വെച്ചാൽ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 2010 ഈ സ്കീം വന്നു. ആദ്യം 299 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് പുതിയതായിട്ട് പുതുക്കി 311 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ കീഴിലെ തൊഴിലാളികളെ മാലിന്യ സംസ്കാര മേഖലയിലെയും വിനിയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ MV ഗോവിന്ദനാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല, കേന്ദ്ര സർവകലാശാല കാസർഗോഡ്. കേരള പട്ടികജാതി, നിങ്ങൾക്കറിയാമായിരിക്കും, ഈ കേന്ദ്ര സർവകലാശാലയാണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ചത്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പോപ്പുലേഷൻ ഇല്ലാതെ ഒരുപാട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിർമ്മിക്കുന്നത്. അപ്പം അവിടെയാണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ തുടങ്ങിയത്. ഇനി കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അതെവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂരിലുള്ള അയ്യങ്കാളി ഭവനാണ്. അയ്യങ്കാളിയുടെ സ്മാരകം എവിടെയാണ്? ചിത്രകൂടത്തിലാണ് സ്മാരകം. അദ്ദേഹത്തിൻ്റെ ശവകുടീരം എവിടെയാണ്? ആദ്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഒന്നും കൂടി അതിലേക്ക്, ആ സ്ലൈഡിലേക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ ശവകുടീരം പാഞ്ചക്നിയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്മാരകം, അത് രണ്ടും കൂടെ മാറിപ്പോയത്. ഇപ്പം നമ്മൾ കണ്ടത് ശവകുടീരമാണ്, ഇപ്പം നമ്മൾ പറഞ്ഞത് അതിൻ്റെ സ്മാരകമാണ്, മോണുമെൻ്റാണ് ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്ത്. അയ്യങ്കാളിയും സദാനന്ദ സ്വാമിയും ചേർന്ന് രൂപം കൊള്ളിച്ച സംഘടന ബ്രഹ്മനിഷ്ഠ മഠ സംഘം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സദാനന്ദ സ്വാമിയും അയ്യങ്കാളിയും കൂടെ ചേർന്ന് തുടങ്ങിയത് ബ്രഹ്മനിഷ്ഠ മഠ സംഘം. ഇനി അയ്യങ്കാളി വള്ളോൻ ചാലഞ്ച് സ്മാരകം എവിടെയാണ്? മരട്, എറണാകുളത്താണ്. പട്ടികജാതിയിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താനാണ് ഈ ഒരു വള്ളോൻ ചാലഞ്ച് സ്മാരകം മരട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് വന്നിട്ടുള്ള പുസ്തകങ്ങളാണ്, അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി. ഇത് എഴുതിയത് THP ചെന്താരശ്ശേരിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടക്ട്സ്, അത് എഴുതിയത് ആരാണ്? മീന കന്ദസ്വാമി, M. നിസാർ ആൻഡ് മീന കന്ദസ്വാമി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ കുറേ കണ്ടു. പുലയരുടെ രാജാവ്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് EK നയനാറാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ഇനി DHP ചെന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകം കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി. ഇനി വേറെ ചില കാര്യങ്ങളും കൂടി ഞാൻ പറയാം. നെടുമങ്ങാട് ചന്തലകള, അത് 1912 പണ്ട് അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ നെടുമങ്ങാട് ചന്തലകള വന്നത്.
ഇപ്പം നെടുമങ്ങാട് ചന്തലേഖലയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ. ഇനി വേറെ കാര്യങ്ങൾ, സാധുജന പരിപാലനം, അത് ഓർത്തോളണം. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടുമുട്ടിയത്, ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടത്, അത് ഞാൻ പറഞ്ഞില്ല, 1937. അപ്പോഴാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പുലയ രാജ എന്ന് പറയുന്ന വിശേഷണം കിട്ടിയത്. ഇനി ശവകുടീരം പാഞ്ചക്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ്. അത് ഈ സ്ലൈഡിൽ കവടിയാർ എന്നായിരുന്നു, കവടിയാറല്ല, വെള്ളയമ്പലത്ത് വന്നത് 1980. അതിൻ്റെ ശില്പി എസ്ട്രാ ഡേവിഡാണ്. ഇനി നമ്മൾ അയ്യങ്കാളി തപാൽ സ്റ്റാമ്പിൽ വരാനായി തുടങ്ങിയത് 2002 ഓഗസ്റ്റ് 12 മുതലാണ്. അർബൺ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ചത് 2010. ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹമായിട്ട് സംബന്ധിച്ച ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ എന്തെങ്കിലും വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. താങ്ക് യു.